നമസ്കാരം. കേരളത്തിലെ മുൻ ഭരണ നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പുതിയ സാമ്പത്തിക അഴിമതി ആരോപണങ്ങളും വിദേശ യാത്രകളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഭരണകാലത്ത് സംസ്ഥാന ഖജനാവിൽ നിന്ന് ഭരണതലവൻ്റെയും മറ്റ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും ചികിത്സാ ആവശ്യങ്ങൾക്കായി ഭീമമായിട്ടുള്ള തുക ദുരുപയോഗം ചെയ്തുവെന്ന വാർത്തകൾക്ക് തൊട്ടുപിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കേസുകളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപടികളൊക്കെ തന്നെ കടുപ്പിച്ചത്. ഇതോടൊപ്പം തന്നെ മുൻപ് ഏറെ രാഷ്ട്രീയ തരംഗം സൃഷ്ടിച്ച സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന ആരോപണ വിധേയയായിട്ടുള്ള സ്വപ്ന സുരേഷ് ഉന്നയിച്ച പുതിയ വെളിപ്പെടുത്തലുകൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുകയാണ്. നിലവിൽ പ്രതിപക്ഷത്തുള്ള പ്രമുഖ നേതാക്കൾക്ക് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ കോടികളുടെ ബിനാമി നിക്ഷേപങ്ങൾ ഉണ്ടെന്നാണ് സ്വപ്ന സുരേഷ് ആരോപിക്കുന്നത്. മുൻ ഭരണകാലത്ത് ഇവർ നടത്തിയ ഔദ്യോഗികവും സ്വീകാര്യവുമായിട്ടുള്ള വിദേശ യാത്രകൾ ഇത്തരത്തിലുള്ള സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നുവെന്ന ആക്ഷേപം പൊതുസമൂഹത്തിലും ഭരണപക്ഷത്തും വലിയ ചർച്ചയായിട്ടുണ്ട്. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളും ആരോപണ വിധേയരായവരിൽ നിന്ന് ഉയർന്നു വരുന്ന നിർണായക വെളിപ്പെടുത്തലുകളുമൊക്കെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രതിച്ഛായയ്ക്ക് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ വിദേശ അക്കൗണ്ടുകൾ, യാത്രാരേഖകൾ, ബിനാമി സ്വത്തുക്കൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ലളിത ജീവിത രീതിയും അതോടൊപ്പം തന്നെ തൊഴിലാളി വർഗ നയങ്ങളും പ്രസംഗിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്ന വ്യക്തികളിൽ നിന്ന് ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായത് അത് പാർട്ടി അണികളിൽ വലിയ വഞ്ചനാ വികാരവും നിരാശയും ഉണ്ടാക്കിയിട്ടുണ്ട്. മുൻ ഭരണകാലത്ത് തീരുമാനങ്ങൾ വ്യക്തികേന്ദ്രീകൃതമായി മാറിയതും പാർട്ടിയിലെ ആഭ്യന്തര ജനാധിപത്യം നഷ്ടപ്പെട്ടതുമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇന്നത്തെ തകർച്ചയിലേക്കും പ്രതിപക്ഷ സ്ഥാനത്തേക്കും തള്ളിയിട്ടതെന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ്. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ മുൻ ഭരണാധികാരികളുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് സാക്ഷികൾ അവകാശപ്പെടുമ്പോൾ ഈ രാഷ്ട്രീയ തിരിച്ചടികൾ നിലവിലെ പ്രതിപക്ഷത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ 2016 മുതൽ 10 വർഷത്തോളം അധികാരത്തിലിരുന്ന കാലയളവിൽ പിണറായി വിജയൻ നടത്തിയ നിരന്തര വിദേശ യാത്രകൾ ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ഇപ്പോൾ വിചാരണ ചെയ്യപ്പെടുകയാണ്. 2018 പ്രളയ ദുരന്തത്തിന് ശേഷം സംസ്ഥാനത്തിൻ്റെ പുനർനിർമ്മാണത്തിനും നിക്ഷേപ സമാഹരണത്തിനുമായി ഗൾഫ് മേഖലകളിലേക്ക് നടത്തിയ യാത്രകളോടെയാണ് ഇതിൻ്റെ തുടക്കം. എന്നാൽ ഇതിന് പിന്നാലെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടി അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് നടത്തിയ നിരന്തര സന്ദർശനങ്ങൾ സർക്കാരിൻ്റെ സാമ്പത്തിക വിനിയോഗത്തെക്കുറിച്ച് വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യ പരിപാലനം ഓരോ പൗരൻ്റെയും അവകാശമാണെന്ന് അന്നത്തെ സർക്കാർ ന്യായീകരിച്ചെങ്കിലും പൊതുപണത്തിലെ കോടികൾ ചിലവഴിച്ച് നടത്തിയ യാത്രകൾ സാധാരണക്കാർക്കിടയിൽ വൻ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. ഇതിനു പുറമെ നോർവേ, ഫിൻലൻഡ്, UK തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും വമ്പൻ പടയുമായി നടത്തിയ യാത്രകളുടെ ചിലവുകളും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളും ഇന്നും ചോദ്യചിഹ്നമായിട്ട് തുടരുകയാണ്. വിദേശ രാജ്യങ്ങളിലെ മാതൃകകൾ പഠിച്ച് അത് കേരളത്തിൽ നടപ്പിലാക്കാനും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ ആകർഷിക്കാനുമാണ് തങ്ങൾ വിദേശയാത്രകൾ നടത്തിയതെന്നായിരുന്നു അന്നത്തെ ഭരണപക്ഷത്തിൻ്റെ വാദം. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ആധുനികവൽക്കരണം, മാലിന്യ സംസ്കരണ നവീകരണം, IT, ടൂറിസം മേഖലകളിലെ വികസനം എന്നിവയിൽ വിദേശ സഹകരണം ഉറപ്പാക്കാൻ ഈ സന്ദർശനങ്ങൾ സഹായിച്ചതായിട്ട് അവർ അവകാശപ്പെട്ടു. എന്നാൽ കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ചിലവാക്കി നടത്തിയിരിക്കുന്ന ഈ യാത്രാ പരമ്പരകൾ വഴി സംസ്ഥാന ഖജനാവിലേക്ക് യഥാർത്ഥത്തിൽ എത്ര നിക്ഷേപം വന്നുവെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ അന്നത്തെ ഭരണകൂടത്തിന് ഇതുവരെ സാധിച്ചിരുന്നില്ല. യാത്രകളുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ ഒപ്പുവെച്ചതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ധാരണാപത്രങ്ങൾ, MOUകളൊക്കെ തന്നെ കേവലം കടലാസ് ഒപ്പുവെക്കലുകളായി അവശേഷിച്ചു എന്നതല്ലാതെ സംസ്ഥാനത്ത് പ്രായോഗിക തലത്തിൽ തൊഴിലവസരങ്ങളോ വികസനമോ സൃഷ്ടിക്കാൻ സാധിച്ചില്ലെന്നാണ് നിലവിലെ ഭരണപക്ഷവും പൊതുസമൂഹവും ചൂണ്ടിക്കാണിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയ ഘട്ടത്തിലും വികസനത്തിൻ്റെ പേരിൽ മുൻ സർക്കാർ നടത്തിയ ഇത്തരം ആഡംബര സന്ദർശനങ്ങളുടെയൊക്കെ തന്നെ ഔചിത്യം രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ധരും ചോദ്യം ചെയ്യുന്നുണ്ട്. അന്നത്തെ വിദേശ സന്ദർശനങ്ങളുടെയൊക്കെ തന്നെ ഫലമായിട്ട് സംസ്ഥാനത്ത് എത്ര പുതിയ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, എത്ര ലക്ഷം തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടു, എത്ര കോടി രൂപയുടെ വിദേശ നിക്ഷേപം യഥാർത്ഥത്തിൽ ഒഴുകിയെത്തി തുടങ്ങിയ വിവരങ്ങളിൽ ഒരു വ്യക്തതയും വരുത്താനായിട്ട് പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. വികസനത്തിൻ്റെ മറവിൽ ബിനാമി പേരുകളിൽ സ്വന്തം വ്യാപാരാവശ്യങ്ങളും നിക്ഷേപങ്ങളുമാണ് നടന്നതെന്ന തരത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ആക്ഷേപങ്ങൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനായിട്ട് മുൻ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. വിദേശ ഫണ്ടുകളെയും ധാരണാപത്രങ്ങളെയും കുറിച്ച് മുൻ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു ധവളപത്രം പുറത്തിറക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. അധികാരത്തിൽ നിന്ന് പുറത്തു പോയെങ്കിലും മുൻ ഭരണാനുകൂല ഉദ്യോഗസ്ഥരുടെയും ഇടനിലക്കാരുടെയും ഒക്കെ തന്നെ പങ്കിനെക്കുറിച്ച് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് മുൻ ഭരണ നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയും വലങ്കയുമായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്പോഴും രഹസ്യമായി ഇത്തരം ബിനാമി ഇടപാടുകളിൽ സഹായിയായി പ്രവർത്തിക്കുന്നുവെന്നാണ് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നതിനപ്പുറമായിട്ട്
അന്നത്തെ ഭരണാധികാരിയിൽ നിന്നും തനിക്ക് ജീവന ഭീഷണി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇനി അവർ അധികാരത്തിൽ ഇല്ലാത്തതിനാൽ തന്നെ കൂടുതൽ സത്യങ്ങൾ യാതൊരു ഭയവുമില്ലാതെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നു. ഭരണസ്വാധീനം ഉപയോഗിച്ച് സത്യങ്ങൾ മറച്ചുവെക്കാനും തെളിവുകൾ ഇല്ലാതാക്കാനും മുൻപ് നടന്ന ശ്രമങ്ങൾ വെളിപ്പെടുന്നതോടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേസിൽ നടത്തുന്ന ഇടപെടലുകൾക്ക് ഇപ്പോൾ വേഗത കൈവരിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തെ ഉലച്ചുകൊണ്ടിരുന്ന ഈ ഒരു സാമ്പത്തിക ആക്ഷേപങ്ങളും അതോടൊപ്പം തന്നെ വിദേശ ബന്ധങ്ങളുമാണ് ഇടതുമുന്നണിയുടെ തകർച്ചയ്ക്കും ഭരണനഷ്ടത്തിനും പ്രധാന കാരണമായി മാറിയത്. മുൻപ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വിപ്ലവ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിലുള്ള മങ്ങൽ ഏൽപ്പിച്ച സംഭവ വികാസങ്ങളാണ് നടന്നത്. ലളിത ജീവിതം നയിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ നേതാക്കൾ എന്നതിൽ നിന്നും കോടികളുടെ സ്വകാര്യ സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുത്തവർ എന്ന രീതിയിലേക്ക് ജനങ്ങളുടെ കാഴ്ചപ്പാട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. സ്വന്തം അണികൾക്കിടയിൽ നിന്ന് പോലും വലിയ വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് പ്രസ്ഥാനം ദാരുണമായിട്ടുള്ള തിരിച്ചടി നേരിട്ടതും പ്രതിപക്ഷത്തേക്ക് തള്ളപ്പെട്ടതും. അച്ചടക്കമുള്ള ഒരു പാർട്ടി സംവിധാനത്തിനുള്ളിൽ ഒരു വ്യക്തിയിലേക്ക് മാത്രം അധികാരം ചുരുങ്ങിയപ്പോൾ ഉണ്ടായ ധാർമ്മിക തകർച്ചയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പോലും ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെയും ഭരണ നേതൃത്വത്തിൻ്റെയും വിദേശ സന്ദർശനങ്ങളും ചികിത്സാ ചെലവുകളും ഉയർത്തുന്ന വിവാദങ്ങൾ അത് വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതായിരിക്കും. ഇത് കേവലം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം വലിയ രീതിയിലുള്ള സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ അധികാരത്തിൽ ഇല്ലാത്തതിനാൽ തന്നെ അന്വേഷണങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട മുൻ ഭരണാധികാരികൾക്ക് നിയമപരമായിട്ടുള്ള വിചാരണകളെ നേരിടേണ്ടി വരും. വിദേശ ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളിലെ സത്യാവസ്ഥ അന്വേഷണ ഏജൻസികളിലൂടെ പുറത്തു വരുന്നതോടെ 10 വർഷത്തെ കള്ളത്തരങ്ങളും ചതിയും പൊതുസമൂഹത്തിന് മുന്നിൽ പൂർണ്ണമായിട്ടും തുറന്നു കാട്ടപ്പെടുമെന്ന നിരീക്ഷണത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം.